സ്വാമിയേ ശരണമയ്യപ്പ. ശ്രീ ഭൂതനാഥ ഗീത, അതിൻ്റെ ആദ്യത്തെ അധ്യായം, പ്രഥമാധ്യായമാണ് നമ്മളിവിടെ ഒന്ന് ചൊല്ലാൻ പോകുന്നത്. നമസ്തുഭ്യം ഭഗവതേ സർവവ്യാപാര സാക്ഷിണേ അവികാരായ നിത്യായ ഭൂതാനാം പതയേ നമഃ. അഥ പ്രഥമോധ്യായ. ഭഗവാനുവാച ജന്മമൃത്യാദി ദുഃഖാനാം നാശനായ മഹീപതേ കർമ്മണോ നാശനം മുഖ്യ തതുപായം നിശമ്യതാം. ഈ ഒരു ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ പാണ്ഡ്യരാജാവിനോട് പറയുകയാണ്, അല്ലയോ രാജാവേ, ജനന മരണാദികളായ ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്നതിന് മുഖ്യമായ മാർഗം കർമ്മങ്ങളെ നശിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് ആ കർമ്മനാശത്തിനുള്ള ഉപായങ്ങൾ അതറിഞ്ഞിരിക്കണം, അത് അങ്ങ് കേട്ടുകൊള്ളുക. തൻ്റെ മുമ്പിൽ വളരെ ഭക്തിയോടുകൂടി നിൽക്കുന്ന തൻ്റെ പിതാവ് കൂടിയായ ഭക്തനായ പാണ്ഡ്യരാജാവിനോട് ഭഗവാൻ ഉപദേശിക്കുന്ന ആത്മവിദ്യയാണ് ശ്രീ ഭൂതനാഥ ഗീത. ഇവിടെ ആ ഭൂതനാഥ ഗീത ഉപദേശം വളരെ സന്തോഷപൂർവം കേൾക്കുകയാണ് നമ്മുടെ പാണ്ഡ്യരാജാവ്. ജന്മമൃത്യുക്കളുടെ നാശത്തിനും ഈ രാജവംശ സംരക്ഷണത്തിനും ഭഗവാൻ തൻ്റെ രാജ്യത്ത് വാണരുളണമെന്ന് രാജാവ് ആവശ്യപ്പെടുകയാണ്. അതിനു മുമ്പ് തന്നെ ഭഗവാൻ രാജാവിനോട് പറയുന്നുണ്ട്, അങ്ങ് ആവശ്യമായ വരം വാങ്ങിക്കൊള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ വരം വാങ്ങിക്കൊള്ളാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് രാജാവ് ചോദിക്കുന്നത്, ജന്മമൃത്യു വിനാശാർത്ഥം മമ ദേഹി വരം വിഭോ പുനഃസംപ്രാർത്ഥയേഹം ത്വാം രക്ഷിതും ച മദന്വയം സന്തതം വസമദ്രാജ്യോദയയാ ജഗദീശ്വര തദ്വിരാ നാസ്തി മേ വാഞ്ച ത്വത്സരൈസൈരഭീസൂദന. അതാണ് പറഞ്ഞത്, മരണം ജനനം, ഈ ജനന മരണ പ്രഹേളിക അതുണ്ടാവാതിരിക്കാനും ഈ നാടിന്റെ രക്ഷയ്ക്കും വേണ്ടി ഭഗവാൻ ഇവിടെ ഒന്ന് വസിക്കണം, വാണരുളണം, അല്ലാതെ മറ്റൊരാഗ്രഹവുമില്ല എന്ന് പാണ്ഡ്യരാജാവ് ഭഗവാൻ ഭൂതനാഥനോട് പറയുകയാണ്. അപ്പൊ ഇവിടെ രാജാവിനെ ചോദിച്ചു കഴിഞ്ഞപ്പോ വളരെ കരുണയോടുകൂടി ഭഗവാൻ ജനന മരണ ദുഃഖം അതിനെ നശിപ്പിക്കുവാനുള്ള ഉപായം പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ശ്രീധർമ്മശാസ്താവ് ഭൂതനാഥൻ. അതിന് രണ്ടാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്, ഭക്ഷണേന വിനാരാജൻ ക്ഷുന്നാശം തു യഥാ തഥാ കർമ്മനാശം വിനാ ജന്മ നാശമിച്ഛതി ഭൂതലേ. രാജാവേ, അല്ലയോ മഹാരാജാവേ, ഭക്ഷിക്കാതെ തന്നെ വിശപ്പ് ശമിപ്പിക്കണം എന്ന് വിചാരിക്കുന്നത് പോലെയാണ് കർമ്മനാശം സംഭവിക്കാതെ ലോകത്തിൽ ജന്മനാശം വരണമെന്ന് വിചാരിക്കുന്നത്. ഇത്ര നല്ല ഉദാഹരണമാണ്. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, പക്ഷേ എൻ്റെ വിശപ്പ് മാറുകയും വേണം. അതെങ്ങനെ സാധിക്കും? അതുപോലെയാണ് ഞാൻ കർമ്മങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും, എന്നാൽ എനിക്ക് ഇനി ജനിക്കാനും മരിക്കാനും ഒന്നും വയ്യ. അത് നല്ല രീതിയല്ല. കർമ്മങ്ങൾ നിശേഷം അറ്റുപോയല്ലാതെ ഇവിടെ ജന്മത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് ഭഗവാൻ വ്യക്താക്കുക. മൂന്നാമത്തെ ശ്ലോകം,
കർമ്മ ജന്മനി സംലീനം മാധുര്യം സുഗുളോ യഥാ ലീയതേ ചേദ്യസ്യ ചിത്തം ബ്രഹ്മണ്യവിമഹാമതേ തസ്യ കർമാണി നശ്യന്തി വിധി പാർത്ഥിവ സത്തമാ. ഇവിടെ പറയുന്നു, ഈ ശർക്കരയിൽ നിന്ന് മധുരം പ്രത്യേകം വേർതിരിക്കാൻ പാടില്ലാത്ത വണ്ണം ചേർന്നിരിക്കുകയാണ്. ഇപ്പൊ ശർക്കരയിൽ നിന്ന് മധുരം മാത്രമായിട്ട് എടുക്കാൻ സാധിക്കില്ല. അതുപോലെ ജന്മകർമ്മങ്ങളൊക്കെ ചേർന്ന് ഇരിക്കുകയാണ്. ജന്മവും കർമ്മവും സമ്മിശ്രമായിട്ടാണ് ഇരിക്കുന്നത് എന്ന് വളരെ വിശദമായിട്ട് പറയുകയാണ്. ആരുടെ ചിത്തമാണോ ബ്രഹ്മത്തിൽ ചേർന്ന് ലയിക്കുന്നത് അവരുടെ കർമ്മങ്ങൾ നശിച്ചു പോകുന്നു. അപ്പൊ ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടാകണം. ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടാകാത്തിടത്തോളം ജന്മനാശം ഉണ്ടാവുകയില്ല. ഭഗവത്ഗീതയിലെ ഭഗവാൻ ജനനത്തെ പറ്റിയും മരണത്തെ പറ്റിയും ഒക്കെ പറയുന്നത് എന്താണ്? ജാതസ്യ ഹി ധ്രുവോ മൃത്യോർ ധ്രുവം ജന്മമൃതസ്യ ച തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ശോചിതും അർഹസി. അതാണ് പറയുക. അപ്പോ ജനിച്ചാൽ മരണമുണ്ട്, മരിച്ചാൽ ജനനവുമുണ്ട്. കാരണം കർമ്മഫലം അനുഭവിച്ചേ മതിയാകുള്ളൂ. അപ്പൊ കർമ്മം ഉള്ള കാലത്തോളം, കർമ്മം ചെയ്യുന്നിടത്തോളം കാലം ജനന മരണങ്ങൾ ഉണ്ടാവും. അവിടെയാണ് കർമ്മം ചെയ്യാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ലെന്ന് ഭഗവത്ഗീത തന്നെ മറ്റൊരിടത്ത് പറയുന്നു. നിയതം ഒരു കർമ്മത്വം കർമ്മജായോ അകർമ്മണ ശരീരയാത്രാഭിജതേ ന പ്രസിദ്ധ്യേത് അകർമ്മണ എന്ന് ഭഗവത്ഗീതയിൽ പറയും, 3-ാം അധ്യായത്തിൽ പറയുന്നു. ഒരാൾക്ക് പോലും കർമ്മം ചെയ്യാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഫലമിച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെയാണ് ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇവിടെ കർമ്മഫലത്യാഗം ഭഗവത്ഗീതയിലെ 18-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കർമ്മഫലത്യാഗമാണ് സന്യാസം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ത്യാഗം സഹിക്കുവാൻ, ത്യജിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകണം. ഇത്തരത്തിൽ ശ്രീ ഭൂതനാഥൻ രാജാവിനോട് പറയുന്ന ഇതാണ്: ബ്രഹ്മസാക്ഷാത്കാരം, ബ്രഹ്മത്തിൽ ചേർന്ന് ലയിക്കുന്നത് ആരുടെ ചിത്തമാണോ അവരുടെ കർമ്മങ്ങൾ നശിച്ചു പോകുന്നു എന്ന് രാജാവിനോട് പറയുകയാണ്. ഇവിടെ 4-ാമത്തെ ശ്ലോകവും അതേ വിഷയം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. യകരോതി ച സൽകർമ്മ നിഷ്കാമ മനസാ വിഭോ ലോകാനാം ഉപകാരായ തസ്യ കർമ്മ ഭവിഷ്യതി. ഇവിടെ പറയുന്നത് എന്താണ്? നിഷ്കാമ ബുദ്ധിയോടുകൂടി, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു, സ്വാർത്ഥ ഫലചിന്തയില്ലാതെ സത്കർമ്മം ആര് ചെയ്യുന്നുവോ അവന്റെ കർമ്മം ലോകങ്ങൾക്ക് ഉപകാരമായി തീരും. അത് അവനവന് മാത്രമല്ല, ലോകത്തിനും കൂടി ഗുണകരമായി തീരും. കുര്യാൽ നിഷ്ഫലം കർമ്മ. ഈ വാക്യമനുസരിച്ച് ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യരുത് എന്ന നിഷേധവാക്യം ഇങ്ങനെ ഒന്ന് കാണാം നമുക്ക്. കാമമില്ലാതെ കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ എന്ന് പറഞ്ഞ് ചിന്തിക്കും. ഫലം ചെയ്യാതെ കർമ്മം ചെയ്യേണ്ട കാര്യമുണ്ടോ? പക്ഷെ ഏത് കർമ്മത്തിനും ഫലമുണ്ട്. കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കദാചന. നീ കർമ്മം ചെയ്യണം, പക്ഷേ ഫലം ഇച്ഛിച്ചുകൊണ്ട്, ഫലത്തെ മാത്രം ഇച്ഛിച്ചുകൊണ്ടാവരുത് കർമ്മം എന്ന് വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കാമം അല്ലെങ്കിൽ ആഗ്രഹം കൊണ്ട്, ഫലം ആഗ്രഹിച്ചുകൊണ്ട്, ഫലേച്ഛ എന്ന അർത്ഥത്തിൽ കർമ്മം ചെയ്യുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നു, സ്വാർത്ഥ ഫല ചിന്തയില്ലാതെ സത്കർമ്മം ആര് ചെയ്യുന്നുവോ ആ ആളിന്റെ കർമ്മം, ആ ആളിന്റെ പ്രവർത്തനത്തിന്റെ ഗുണം അത് സമൂഹത്തിന് മുഴുവൻ, ലോകത്തിന് മുഴുവൻ ലഭിക്കും എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഭഗവത് വചനം പുനർനൃപ. സൂതനെ സൂചിപ്പിക്കുക. ഈ അയ്യപ്പ പുരാണമായാലും എല്ലാ ഭാഗവതങ്ങളും സൂതൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ്
നൈമിശാരണ്യത്തിൽ വെച്ച്. അപ്പൊ അതുകൊണ്ടാണ് സൂത ഉവാച അവിടെ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഭഗവാന്റെ വാക്കുകൾ കേട്ടിട്ട് പാണ്ഡ്യരാജാവ് വീണ്ടും ഭഗവാനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഇവിടെ ബ്രഹ്മലക്ഷണത്തെ പറ്റിയാണ് ചോദിക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കുക.